നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൂട്ടത്തല്ല്. BJP പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർക്ക് പരിക്ക്. കൗൺസിൽ ഹാളിലെ മൈക്കുകൾ തകർത്തു. ടോൾ പിരിവ് നിർത്താൻ കളക്ടർ ഉത്തരവിട്ടിട്ടും ഫാസ്ടാഗിലൂടെ പിരിവ് തുടരുന്നതിനെതിരെ പാലിയക്കരയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസ ഓഫീസ് പൂട്ടിയിട്ട് 4 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടോൾ പ്ലാസയിലെ ബാരിക്കേഡുകൾ പ്രവർത്തകർ തകർത്തു. ജനങ്ങളെ വെള്ളം കുടിപ്പിച്ച ജല അതോറിറ്റിയുടെ വാട്ടർ ബിൽ. മങ്കരയിൽ ഭീമമായ ബിൽ ലഭിച്ചത് ജൽജീവൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക്. ബിൽ പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൂട്ടത്തല്ല്. BJP പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിലാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. കയ്യാങ്കളിക്കിടെ കൗൺസിൽ ഹാളിലെ മൈക്കുകൾ തകർത്തു. പാലക്കാട്ട് ഭിന്നശേഷിക്കാർക്കുള്ള കെയർ സെന്ററിന് RSS നേതാവ് KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതോടെ ആരംഭിച്ച വിവാദമാണ് ഇപ്പോൾ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളിയിൽ കലാശിച്ചത്. നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർന്നിരുന്നു. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഹാളിനകത്ത് LDF UDF അംഗങ്ങൾ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കുകയും ചെയർപേഴ്സണ് കരിങ്കൊടി കാണിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. കയ്യാങ്കളിയിൽ നഗരസഭയിലെ മൈക്കുകൾ ഉൾപ്പെടെ തകർന്നു. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട പാസ്സായെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കിയതോടെ ബഹളം രൂക്ഷമായി. പ്രതിപക്ഷമായ UDFന്റെയും LDFന്റെയും പ്രവർത്തകർ ശക്തമായ ബഹളം ആരംഭിച്ചു. BJP അംഗങ്ങൾ പ്രതിരോധവുമായി ഇറങ്ങിയതോടെ കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഇരുപക്ഷത്തെയും കൗൺസിലർമാർക്ക് പരിക്കേറ്റു. ഹെഡ്ഗേവാർ വിഷയം രൂക്ഷമായതിനു ശേഷം ആദ്യമായാണ് നഗരസഭാ കൗൺസിൽ യോഗം ചേരുന്നത്. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അറിയിച്ചു. അതേസമയം ഹെഡ്ഗേവാറിന്റെ പേരിൽ പദ്ധതി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് UDFും LDFും. നഗരസഭാ കൗൺസിൽ ഹാളിലുണ്ടായ സംഘർഷത്തിൽ 2 വനിതാ കൗൺസിലർമാരുൾപ്പെടെ പ്രതിപക്ഷത്തെ 4 കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നഗരസഭയിൽ പേര് വിവാദം രൂക്ഷമാകുമ്പോൾ വലിയ ആശങ്കയിലാണ് സാധാരണ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM വനിതാ കൗൺസിലറെ BJP കൗൺസിലർമാർ യോഗത്തിനിടെ മർദ്ദിച്ചതെന്നാരോപിച്ച് പാലക്കാട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനം നടത്തി. CPM കൗൺസിലർ സലീന ബീവിയെ BJP കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിനിടെ മർദ്ദിച്ചെന്നാരോപിച്ചാണ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നഗരസഭയുടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതിനിടയിൽ മർദ്ദനമേറ്റ സലീന ബീവിയെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിഷേധത്തിന് മഹിളാ അസോസിയേഷൻ ഭാരവാഹികളായ V സരള, കുമാരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലിയക്കരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചു. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത കുരുക്കിനെ തുടർന്നാണ് നടപടി.
ദേശീയപാത 544 മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്ന് നേരത്തെ കരാർ കമ്പനിക്ക് കലക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ടും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കരാർ കമ്പനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതോടെ ടോൾ പിരിവ് മരവിപ്പിച്ചെങ്കിലും കരാർ കമ്പനിയുമായി നടത്തിയ ചർച്ചയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സമയം വേണമെന്ന കമ്പനിയുടെ ആവശ്യം അംഗീകരിച്ചു. ഇതേ തുടർന്ന് ഉത്തരവ് പിൻവലിച്ചിരുന്നു. ഏപ്രിൽ 28-നകം ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ടോൾ പിരിവ് മരവിപ്പിക്കുമെന്ന യോഗത്തിൽ തീരുമാനമുണ്ടായി. നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെയാണ് ടോൾ പിരിവ് വീണ്ടും മരവിപ്പിച്ചത്. ടോൾ പിരിവ് മരവിപ്പിച്ച ഉത്തരവ് നാഷണൽ ഹൈവേ അതോറിറ്റി പാലിക്കുന്നുണ്ടെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉറപ്പുവരുത്തണം. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പായതിനു ശേഷം പിരിവ് പുനഃപരിശോധിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. നാഷണൽ ഹൈവേ 544-ൽ ചിറങ്ങര അടിപ്പാത നിർമ്മാണ സ്ഥലത്തും പരിസരത്തും സ്ഥിരം ഗതാഗതക്കുരുക്കാണെന്ന പരാതി വ്യാപകമായതോടെയാണ് നടപടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ടോൾ പിരിവ് നിർത്താൻ കലക്ടർ ഉത്തരവിട്ടിട്ടും ഫാസ്ടാഗിലൂടെ പിരിവ് തുടരുന്നതിനെ പാലിയേക്കരയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസ ഓഫീസ് പൂട്ടിയിട്ട 4 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടോൾ പിരിവ് നിർത്താൻ കലക്ടർ ഉത്തരവിട്ടിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പാലിയേക്കര ടോൾ പ്ലാസയിൽ സമരം നടത്തിയത്. ടോൾ പ്ലാസ ഓഫീസ് പൂട്ടിയിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ടോൾ പ്ലാസയിലെ ബാരിക്കേഡുകൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ചങ്ങലയും താഴും ഉപയോഗിച്ച് ടോൾ പ്ലാസ ഓഫീസ് പൂട്ടിയിട്ടു. ഇതോടെ ജീവനക്കാർ ഓഫീസിലകപ്പെട്ടു. ഉടൻ സ്ഥലത്തെത്തിയ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായി. ഫാസ്ടാഗ് വഴി ടോൾ പിരിക്കാൻ അധികൃതർക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് റനീഷ് ഇല്ലിക്കൽ, ജസ്റ്റിൻ ആറ്റുപുറം, ആൽബിൻ സ്റ്റാൻലി, ജോൺ പോൾ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ജെറോൺ ജോൺ, പ്രിൻസ് ഫ്രാൻസിസ്, വൈശാഖ് ഐത്താടൻ, റനീഷ് ഇല്ലിക്കൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാസ്ടാഗ് റീഡിംഗ് സംവിധാനങ്ങൾ NPCIയുടെ കീഴിലാണെന്നും അതിനാൽ തങ്ങൾക്ക് ഇടപെടാനാകില്ലെന്നുമാണ് ടോൾ കമ്പനിയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ബിൽ കണ്ട് നട്ടൽ മാറാതെ മങ്കരയിലെ ജനങ്ങൾ. ജൽജീവൻ പദ്ധതിയിലൂടെ കുടിവെള്ളം ഉപയോഗിക്കുന്നവർക്കാണ് ഭീമമായ ബിൽ ലഭിച്ചിരിക്കുന്നത്. ബിൽ പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളോടെ നേരിടുമെന്ന് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. കണക്ഷൻ എടുത്ത് മാസങ്ങൾ കഴിഞ്ഞാണത്രേ കുടിവെള്ളം തന്നെ കൃത്യമായി ലഭിച്ചിട്ടുള്ളത്. അന്നു തൊട്ടുള്ള ബില്ലാണ് പലർക്കും ലഭിച്ചിട്ടുള്ളത്. 5000, 6000, 9000 രൂപ വരെ പലർക്കും ഭീമമായ ബിൽ ലഭിച്ചിട്ടുണ്ടെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പലരുടെയും കണക്ഷനിൽ വെള്ളമില്ലാതെ എയർ പോകുന്ന അവസ്ഥയുമുണ്ട്. മിനിമം 10,000 ലിറ്റർ ഉപയോഗിക്കുന്നവർക്ക് മിനിമം തുക 72 രൂപ വരാൻ സാധ്യതയുള്ളൂ. 2 മാസത്തിന് 144 രൂപയാണ് ഈടാക്കുന്നത്. ഇതാണ് അവസ്ഥയെന്നിരിക്കെ താങ്ങാനാവാത്ത ബിൽ ലഭിച്ചതോടെ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പരാതിപ്പെട്ടു. ബന്ധപ്പെട്ടവരെ സമീപിക്കുമ്പോൾ വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലത്രേ. അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കോൺഗ്രസ് സമര പരിപാടികളുമായി രംഗത്തെത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ബിൽ പുനഃപരിശോധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഉപയോഗിക്കാത്ത വെള്ളത്തിനും വാട്ടർ അതോറിറ്റിക്ക് പൈസ കൊടുക്കുന്ന ഒരു ഗതികേടിലാണ് മങ്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു വിഭാഗമല്ല ഭൂരിഭാഗം ജനങ്ങളും. അപ്പോൾ ഇതിന് അധികൃതർ ശക്തമായി ഉചിതമായ നടപടി എടുത്തുകൊണ്ട് ഈ ബില്ലുകളെല്ലാം തിരുത്തി ഉപയോഗിച്ച വെള്ളത്തിന് പൈസ ഈടാക്കണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മങ്കര മണ്ഡലം കമ്മിറ്റിക്കും യൂത്ത് കോൺഗ്രസിനും അവകാശപ്പെടാനുള്ളത്. മാത്രമല്ല, ഒരു മാസത്തെ മിനിമം തുക 72 രൂപയാണ്. അപ്പോൾ 2 മാസത്തെ ബില്ല് വരുമ്പോൾ 144 രൂപയാണ് ബില്ലിന്റെ യഥാർത്ഥ എമൗണ്ട് വരേണ്ടത്. അതും 10,000 ലിറ്റർ വരെ ഫ്രീ ആണ്. 10,000 ലിറ്റർ കഴിഞ്ഞാലാണ് BPLകാർക്ക് 10,000 ലിറ്റർ വരെ ഫ്രീ ആണ്. അല്ലാത്തവർക്ക് 10,000 ലിറ്റർ വരെ ഈ ചാർജാണ് 72 രൂപ പ്രതിമാസം. 10,000 ലിറ്ററിന് മേലെ പോകുമ്പോഴാണ് അതിന് അഡീഷണൽ ചാർജ് ഈടാക്കേണ്ടത്. ഇത് അതൊന്നുമില്ലാതെ 5,000, 6,000, 9,000 ഇങ്ങനെ തോന്നിയമാതിരി ബില്ലും അവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു വിട്ട് ജനങ്ങൾ ഈ ബില്ലും കൊണ്ട് നെട്ടോട്ട് ഓടുകയാണ്. മങ്കര മണ്ഡലം പ്രസിഡന്റ് അച്യുതൻകുട്ടി, അഖിൽ മങ്കര, രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ
പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ വാടനാകുറിശി സ്വദേശിക്കെതിരെ കടുത്ത നടപടി. വാടനാകുറിശി മേലെപ്പുറത്ത് ബാബുരാജിനെ പ്രിവെൻസ് ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ഡ്രഗ്സ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു. പ്രതിയെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. മയക്കുമരുന്ന് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ പ്രതിയാണ് വാടാനംകുറിശി മേലെപ്പുറത്ത് വീട്ടിൽ ബാബുരാജ്. ബാബുരാജിനെതിരെ പോലീസ് കടുത്ത നടപടിയിലേക്കാണ് നീങ്ങിയത്. നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെടുകയും വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത പ്രതിക്കെതിരെ പോലീസ് കാപ്പ നടപടി നേരത്തെ സ്വീകരിച്ചിരുന്നു. മറ്റ് ലഹരി ഇടപാട് കേസിൽ റിമാൻഡിലായ പ്രതിയെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. 2024 12 കിലോ 604 ഗ്രാം കഞ്ചാവുമായി ഇയാൾ ഷൊർണൂർ പോലീസിന്റെ പിടിയിലായിരുന്നു. പട്ടാമ്പി എക്സൈസ് റേഞ്ചിന്റെ കീഴിൽ കഞ്ചാവും മെത്താഫിറ്റമിനും ഉൾപ്പെടെ പിടികൂടിയ കേസിലും ബാബുരാജ് പ്രതിയാണ്. വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും വൻതോതിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ലഹരി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ബാബുരാജ് ഒറ്റപ്പാലം സബ് ജയിലിൽ റിമാൻഡിലായിരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ലഹരി ഇടപാടുകളിൽ വീണ്ടും ബാബുരാജ് ഉൾപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് പിറ്റ് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയത്. ഇതുപ്രകാരം ഷൊർണൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് പൂജപ്പുര ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. 1 മാസത്തിനകം അഡ്വൈസറി ബോർഡ് യോഗം ചേർന്ന് മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി അമ്പലപ്പാറ യൂണിറ്റ് കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മൗനജാഥ നടത്തി. അമ്പലപ്പാറ വിമുക്ത ഭവനിൽ നിന്ന് ആരംഭിച്ച മൗനജാഥയിൽ നിരവധി നാട്ടുകാരും പങ്കെടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് KT ബാലഗോപാലൻ, വൈസ് പ്രസിഡന്റ് ഉണ്ണി പുറക്കാട്, കുമാരൻ കല്ലിങ്കൽ, സെക്രട്ടറി കൃഷ്ണൻകുട്ടി, ലഫ്റ്റനന്റ് കേണൽ മുരളീദാസ് എന്നിവർ നേതൃത്വം നൽകി. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി തൈ വിതരണം ചെയ്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓരോ വാർഡിലേക്കും 5700 തൈകളാണ് നമ്മൾ വിതരണം നടത്തുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 3-ാം വാർഡിൻ്റെ തൈകളാണ് ഇറക്കിയിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും അതാത് വാർഡുകളിൽ നമ്മൾ തൈകൾ വിതരണം ചെയ്യുന്നത്. 3-ാം വാർഡിൻ്റെ തൈകളാണ് ഇപ്പോൾ പഞ്ചായത്ത് തല ഉദ്ഘാടനമായിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ പച്ചക്കറി തൈകളും അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകളും എല്ലാം തന്നെ നമ്മൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഷീബ, പഞ്ചായത്ത് അംഗങ്ങളായ PC. സുമ, ഷഫീന, ചന്ദ്രിക, കൃഷി അസിസ്റ്റന്റ് ജസീറ ബാനു എന്നിവർ സംസാരിച്ചു. വിഷവിമുക്തമായ പച്ചക്കറി വീടുകളിൽ ലഭ്യമാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് നഗരസഭാ പ്രദേശത്ത് തെരുവുനായ്ക്കൾ ഭീതി പരത്തുമ്പോഴും നിരുത്തരവാദപരമായ സമീപനമാണ് നഗരസഭ അധികൃതർ സ്വീകരിക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടി. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നഗരസഭാ സെക്രട്ടറിക്ക് നടപടി സ്വീകരിക്കാമെങ്കിലും സെക്രട്ടറി ഒഴിഞ്ഞുമാറുകയാണെന്നും ആം ആദ്മി പാർട്ടി പ്രസിഡന്റ് T. വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനായി സെക്രട്ടറിക്ക് ഉപയോഗിക്കാവുന്ന 147, 148 വകുപ്പുകളും അനിമൽ ബർത്ത് കൺട്രോൾ സിസ്റ്റവും പ്രയോഗത്തിലില്ലെന്ന് ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് T. വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. നിരവധി പേർക്ക് നിത്യേന തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നുണ്ട്. 52 വാർഡുകളുള്ള നഗരസഭയിൽ 48 വളർത്തുനായ്ക്കൾക്ക് മാത്രമാണ് നഗരസഭ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് നൽകിയിട്ടുള്ളത്. 163 നായ്ക്കൾക്ക് മാത്രമാണ് മൃഗസംരക്ഷണ വകുപ്പ് പേവിഷബാധ കുത്തിവയ്പ്പ് നൽകിയിട്ടുള്ളത്. 2023-2024 325 നായ്ക്കളിൽ ABC നടപ്പാക്കിയെങ്കിൽ 2024-25 187 നായ്ക്കളിലായി ചുരുങ്ങി. 52 വാർഡുകളിലെ മാലിന്യ നിക്ഷേപമാണ് തെരുവുനായ്ക്കളുടെ വ്യാപനത്തിന് കാരണമായി മാറുന്നത്. നഗരസഭാ സെക്രട്ടറിക്ക് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കാമെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്നും വേണുഗോപാൽ ആരോപിച്ചു. കാര്യം പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്റെ വാർഡിൽ തന്നെ പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുന്ന സമയത്ത് ചാടി കടിച്ച അയാളുടെ വിരലിൽ അയാള്
ഫുൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. 437 അവസ്ഥകളാണ്. 438 പ്രകാരം വീണ്ടും അത് നഗരസഭയ്ക്ക് സെക്രട്ടറിക്ക് പൂർണ്ണ അധികാരമുള്ള പ്രയോഗിക്കാവുന്ന ക്ലോസ് ആണ്. അത് പ്രകാരം വെറും 163 പട്ടികൾക്കാണ് പേവിഷബാധ ബന്ധപ്പെട്ട് കുത്തിവെപ്പ് കൊടുത്തത്. ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷാകുമാരി, ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്പ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ പുസ്തക ചിത്ര ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ആർ ഇൻസി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അംബിക നായർ സ്വാഗതവും ലൈബ്രറിയൻ വി ചിത്ര നന്ദിയും പറഞ്ഞു. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ വിഷയാവതരണം നടത്തി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പത്മാവതി, മുതിർന്ന അംഗം എം കെ വേലായുധൻ, എ സറീന എന്നിവർ സംസാരിച്ചു. ചിത്രകാരന്മാർ, എഴുത്തുകാർ, ചരിത്രകാരന്മാർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 42 വർഷത്തെ സേവനത്തിന് ശേഷം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് RMS വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന തിരൂർ സബ് റെക്കോർഡ് ഓഫീസർ TR സന്തോഷ് കുമാറിനെ ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റഷീദ് ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ പോസ്റ്റൽ സർവീസ് ഡയറക്ടർ ഗണേഷ് അധ്യക്ഷത വഹിച്ചു. PM മനോജ് സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം പാലപ്പുറം ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവം മെയ് 5 മുതൽ 10 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. 5 രാവിലെ ചിനക്കത്തൂർക്കാവിൽ നിന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പോടെ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശേഷ പൂജകൾ, വിപുലമായ കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയോടെയാണ് മാരിയമ്മൻ പൂജാ മഹോത്സവം കൊണ്ടാടുന്നത്. 5 രാവിലെ 6:30 ചിനക്കത്തൂർക്കാവിൽ നിന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പോടെ ചടങ്ങുകൾ തുടങ്ങും. തുടർന്ന് വിശേഷ പൂജകൾ, വൈകിട്ട് നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടാകും. 7 ഭജന, തെയ്യം, ശിങ്കാരിമേളം, ഉടുക്കടിപ്പാട്ട്, അഗ്നിതാലം എന്നിവയുടെ അകമ്പടിയോടെ ചിനക്കത്തൂർക്കാവിൽ നിന്ന് മാരിയമ്മൻ സത്യകുംഭം എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 12 സത്യകുംഭം ക്ഷേത്രത്തിലെത്തും. തുടർന്ന് കുംഭമിറക്കി പൂജ. 7 രാവിലെ 5:30 ആന, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ മാരിയമ്മൻ 1-ാം മാവിളക്ക് എഴുന്നള്ളിപ്പ്. 9 ഉടുക്കടിപ്പാട്ട്. ക്ഷേത്രമുറ്റത്ത് മഹാകാളിയമ്മൻ പൊങ്കൽ പൂജ. വൈകിട്ട് മാരിയമ്മൻ 2-ാം മാവിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. വൈകിട്ട് 5 മഹാകാളിയമ്മൻ കുംഭമെഴുന്നള്ളിപ്പിനായി ചിനക്കത്തൂർക്കാവിലേക്ക് പുറപ്പെടും. 9 നാദസ്വരമേളത്തോടെ മുത്തുകുമാരസ്വാമി മാവിളക്ക്. പകൽ 2 അലക് ചാർത്തൽ. രാത്രി 8 തേരുകളുടെ നഗരപ്രദക്ഷിണം എന്നിവയുണ്ടാകും. 10 രാവിലെ 8 മണിക്ക് കുംഭങ്ങൾ നിമജ്ജനത്തിന് മഞ്ഞൾ നീരാട്ടത്തോടെ നാദസ്വരമേളത്തിൻ്റെ അകമ്പടിയിൽ ചിനക്കത്തൂർക്കാവിലേക്ക് പുറപ്പെടും. പകൽ 12 ചിനക്കത്തൂർ ക്ഷേത്രക്കുളത്തിൽ കുംഭനിമജ്ജനം നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് കൊടിയിറക്കലോടെ പൂജാ മഹോത്സവത്തിന് സമാപനമാകും. കൊടിയേറ്റ ചടങ്ങിൻ്റെ തുടക്കം മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 11-11:30 വരേക്ക് ഉത്സവക്കളി, മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ തനതായ ആചാര ഉത്സവക്കളി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി നടത്തി വരുന്നുണ്ട്. ഈ ഉത്സവക്കളി കാണുന്നതിനും എല്ലാവർക്കും അവസരമുണ്ട്. എല്ലാവരും അത് കാണേണ്ടതും അതിൽ പങ്കാളികളാകുവാനും കഴിയുന്നതാണ്. പ്രധാന ചടങ്ങുകൾ 5-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. 5-ാം തീയതി ചിനക്കത്തൂർക്കാവിൽ നിന്നും എഴുന്നള്ളിക്കുന്ന പാൽക്കുടം എഴുന്നള്ളിപ്പ്. ഏതാണ്ട് 300ഓളം വനിതകൾ തലയിൽ പാൽക്കുടവും ഏറ്റിക്കൊണ്ട് ക്ഷേത്രത്തിൽ വന്ന് അത് അഭിഷേകം ചെയ്യുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി, ട്രഷറർ ആർ നടരാജൻ, ഉത്സവ കമ്മിറ്റി സെക്രട്ടറി എ ഭക്തവത്സലൻ, ജോയിന്റ് സെക്രട്ടറി എൻ സോമസുന്ദരൻ, എ സദാനന്ദ പുലവർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൂട്ടത്തല്ല്. BJP പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർക്ക് പരിക്ക്. കൗൺസിൽ ഹാളിലെ മൈക്കുകൾ തകർത്തു. ടോൾ പിരിവ് നിർത്താൻ കളക്ടർ ഉത്തരവിട്ടിട്ടും ഫാസ്ടാഗിലൂടെ പിരിവ് തുടരുന്നതിനെതിരെ പാലിയക്കരയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസ ഓഫീസ് പൂട്ടിയിട്ട് 4 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടോൾ പ്ലാസയിലെ ബാരിക്കേഡുകൾ പ്രവർത്തകർ തകർത്തു. ജനങ്ങളെ വെള്ളം കുടിപ്പിച്ച ജല അതോറിറ്റിയുടെ വാട്ടർ ബിൽ. മങ്കരയിൽ ഭീമമായ ബിൽ ലഭിച്ചത് ജൽജീവൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക്. ബിൽ പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് കോൺഗ്രസ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.